എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഉച്ചഭക്ഷണം ഒരു വെറൈറ്റിയാണ്. അതായത് നമുക്ക് ചപ്പാത്തി ചിക്കൻ കറി അതാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മളെന്ന് വെച്ചാൽ ഇന്ന് ചോറല്ല, അപ്പോൾ ഉച്ചയ്ക്ക് ഒരു വെറൈറ്റി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് ഇവിടെ ആരംഭിക്കായി. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോ ചിക്കൻ ഇതാ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി അവിടെ തന്നെ കൊണ്ടുവന്നതാണ്. പിന്നെ അതിലേക്കുള്ള മറ്റ് ചേരുവകൾ അതിവിടെ ഉണ്ട്. നമുക്ക് ഓരോന്നും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. ഒക്കെ കഴുകിയെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നുറുക്കൽ ഉള്ളി അത്യാവശ്യം ഉണ്ട്. കാരണം ചിക്കൻ കറിയിൽ എന്താണ് ഉള്ളി തക്കാളി അത് പ്രത്യേക രസമാണ് അത്യാവശ്യം ഉണ്ടെങ്കിൽ. പിന്നെ ഇതാ വലിയൊരു കിഴങ്ങ്, ഒരു കിഴങ്ങ്. നമുക്ക് തക്കാളി ഉണ്ട്. നമ്മളിപ്പോൾ ഇതാണ് വഴറ്റിയിട്ടല്ല വെക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ വഴറ്റി വെക്കൽ ഏകദേശം നിർത്തി. അപ്പം ഇങ്ങനെയാക്കി സാധാരണ പോലെ ഒരു കുറേ അതായത് മുമ്പൊക്കെ ഉണ്ടാക്കിയിരുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവിടെ ഉണ്ട്. നമുക്ക് ഇതാ ഈ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. കഴുകി വെച്ചതാണ്. അപ്പോൾ ചിക്കൻ അത് ചേർത്ത് കൊടുക്കാം. മറ്റ് ചേരുവകൾ എല്ലാം ഉണ്ട്. ഒന്നിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചി വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെയാണ്. മഞ്ഞപ്പൊടി മുളക് പൊടി അത് ചേർക്കാം. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഒക്കെ പാകത്തിനേ ഉള്ളൂ, അതിന് അധികം എരിവില്ല, എന്നാൽ അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഗരം മസാല കുരുമുളക് പൊടി അത് ഒക്കെ പാകത്തിന്, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇത് ഇനി കുറഞ്ഞ വെള്ളത്തിൽ ഒരു പാകം വെള്ളത്തിലാണ് അത്യാവശ്യം ഉണ്ട്. പിന്നെ അടച്ചു വെച്ചിട്ട് ഇതാ വേവിച്ച് കണ്ടോ വെന്ത് വരുന്നേ ഉള്ളൂ. നല്ല വേവാണ്ട്. ഇനി നമുക്ക് ഇതാ ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ മസാല അതും ചേർത്ത് കൊടുക്കാം. മതില്ലേ? ഒരു സ്പൂൺ വരെ ഇതിനൊക്കെ ഒന്ന് അടച്ചു വെച്ച് ഒക്കെ വേവിച്ചിട്ടുണ്ടോ. അപ്പോൾ ഉള്ള വെള്ളം ഒന്ന് കൂടി കൊണ്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ല കുറുകി വരും അത്. ചപ്പാത്തിക്ക് ആയതുകൊണ്ട് കുറഞ്ഞൊരു വെള്ളം വേണമല്ലോ, നല്ല കറി. അപ്പോൾ ഇതാ ഒക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില അത് ചേർത്തു. ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിയിടാം. അപ്പോൾ നമ്മളെ ചിക്കൻ കറി അതിവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് പ്രാവശ്യം ഞങ്ങളൊരു 1.5 കിലോ ഗോതമ്പ് കഴുകി ഉണക്കി പൊടിപ്പിച്ചതാണിത്. മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടതാണ്. നല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളത്, അതായത് കഴുകി ഉണക്കിയത്. അപ്പോൾ അതുകൊണ്ട് നല്ല പൊടിയാണ്. ഞങ്ങൾക്കൊരു മാസത്തിന് എന്തായാലും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിതാ നമ്മൾ ഒക്കെ ഒന്ന് കുഴച്ച് വെക്കാം. എല്ലാം കൂടെ ഉണ്ട്. ഇനി പരത്തിരിക്കാളിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇവിടെ.
അപ്പം ഇനി ഗോതമ്പിൻ്റെ, അതായത് നമ്മൾ ചപ്പാത്തീൻ്റെ കാര്യങ്ങളേ ഉള്ളൂ. പരത്തലൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി ചപ്പാത്തി അങ്ങനെ ചുട്ടെടുക്കാം. ഇന്നിപ്പോൾ ഒരു 7 ചപ്പാത്തി ആണ്, 7 ഇന്ന് ഉച്ചയ്ക്ക് ആയതുകൊണ്ട് പിന്നെ കുറച്ച് കഴിക്കും. എന്നാലും പാകത്തിന് ഉള്ളൂ ഞങ്ങൾക്ക്. ഞാനൊരു 3 അമ്മയ്ക്ക് ഒരു 3, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പൂച്ചക്കുട്ടികളും കഴിക്കലുണ്ട്. എല്ലാം കഴിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഉച്ചഭക്ഷണം. അപ്പോൾ ഇന്നേതായാലും നമ്മൾ ഇങ്ങനെ മാറ്റി പിടിച്ചു. ഉച്ചയ്ക്ക് ചോറിന് പകരം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.